ഹലോ, ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ചോറിന് ഒഴിച്ചു കഴിക്കാനുള്ള ഒരു തക്കാളിക്കറി ഉണ്ടാക്കിയാലോ? ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും എന്തിന് വീട്ടിൽ അമ്മയില്ലാത്തപ്പോൾ കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്യാവുന്ന വെറും സിമ്പിൾ ഐറ്റം തന്നെ. നല്ല നാടൻ രുചിയുമാണ്. വെറും 10 മിനിറ്റ് മതിയെന്നേ ദേ ഈ തക്കാളിക്കറിക്ക്. അപ്പോൾ നേരെ ഒരു ചട്ടിയെടുത്ത് നന്നായി ചൂടാക്കി എടുക്കണം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് വിതറി കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടിയതിനു ശേഷം 3 വറ്റൽമുളക് നെടുകെ പൊട്ടിച്ചത് ചേർത്ത് ഒന്ന് ചെറുതായി മൂപ്പിച്ച ശേഷം 1 തണ്ട് കറിവേപ്പിലയും 1 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത ശേഷം ചെറുതായി ഒന്ന് വഴറ്റി വെളുത്തുള്ളി മൂത്താലുടൻ 2-3 നീളത്തിൽ കീറിയ പച്ചമുളകും ചേർക്കാം. കൂടെ തന്നെ 10-15 കൊച്ചുള്ളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. കൊച്ചുള്ളിക്ക് പകരം ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ കൊച്ചുള്ളി ചേർത്ത കറികളുടെ രുചി ഒന്ന് വേറെ തന്നെയാ. ഇനി നന്നായി വഴറ്റി വാടി വന്ന ഈ കൂട്ടിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത ശേഷം പൊടി ഐറ്റംസ് എല്ലാം പച്ചമണം മാറുന്നത് വരെയും ഇളക്കി മൂപ്പിച്ചെടുക്കണം. പൊടികളെല്ലാം നന്നായി മൂത്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് 2 വലിയ തക്കാളി നുറുക്കിയതും ചേർത്ത ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും വിതറി കൊടുക്കാം. ഇനി മസാലക്കൂട്ടും തക്കാളിയും നന്നായി കൂട്ടി ഇളക്കിയ ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം. ശേഷം ഒരു അടപ്പിട്ട് അടച്ച് ചെറുതീയിൽ 2 മിനിറ്റോളം തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞു വരുന്നതിനായി വേവിക്കാം. 2 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞു വന്ന തക്കാളി നന്നായി ഒന്ന് ചേർത്തിളക്കിയ ശേഷം ചാറിനാവശ്യമായ 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി കൂട്ടിയിട്ട് ഒരടപ്പിട്ട് മൂടി നല്ലവണ്ണം തിള വരുന്നത് വരെ ഏകദേശം 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ ചാർ അല്പം കൂടുതലാണ്. ഈ സമയത്ത് ചാർ അല്പം തൊട്ട് ഉപ്പ് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ആവശ്യത്തിന് ചാറ് കുറുകി വരുന്നത് വരെ തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കണം. ഏതാണ്ട് 2 മിനിറ്റ് തീ കൂട്ടി തുറന്ന് വെച്ച് തിളപ്പിച്ചാൽ തന്നെ ചാറ് കുറുകി കറി നല്ല തിക്കായി കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും വെറും 10 മിനിറ്റിൽ രുചികരമായ തക്കാളിക്കറി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ചൂട് ചോറിനൊപ്പം കുഴച്ചടിക്കാൻ ഇവനൊന്നു മതി. ജോലിത്തിരക്കുള്ളവർക്കൊക്കെ രാവിലെ എണീറ്റ് 2 തക്കാളി അരിഞ്ഞുകൂട്ടി ഇതുപോലൊന്ന് ട്രൈ ചെയ്താൽ സമയം ലാഭം, രുചിയോ കേമം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. രുചികൾ ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായും കമന്റ് ചെയ്യണേ. മറ്റൊരു രുചിയുമായി ഉടൻ തന്നെ കണ്ടുമുട്ടാം. ബൈ ഫ്രം വിച്ചൂസ്.